ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വർഷയേക്കാൾ സുന്ദരിയാണ് വന്ദന. മുഖത്ത് നല്ല തറവാടിത്തത്തിന്റെ ലക്ഷണമുണ്ട്. എന്ന് വെച്ച് വർഷ സുന്ദരിയല്ല എന്നല്ല കേട്ടോ. മോളെ ചേട്ടാ കുറച്ച് വെള്ളം. മോളെ മോളെ ഈ വെള്ളം കുടിക്ക. മോളെ ഒന്നുമില്ല വന്ദനമ്മേ. എന്ത് പറ്റിയതാ ദിയമോക്ക്? അവക്കിപ്പോ ഇടയ്ക്കിടയ്ക്ക് അന്നത്തെ ആക്സിഡന്റിന്റെ കാര്യം ഓർമ്മ വരാറുണ്ട്. അതുകൊണ്ടാ ഇങ്ങനെ. ഏത് ആക്സിഡന്റ്? രാജീവ് മേനോൻ സാറും അമ്മയും മോളെ വിട്ടുപോയ ആ ആക്സിഡന്റ്. ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ? കാണിച്ചു. ഡോക്ടർമാര് തന്ന മരുന്നും കൊടുത്തു. എല്ലാം മാറിയതാ. രാഖി ഇപ്പോ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് കേട്ടപ്പോ തോന്നിയ ഷോക്കാവും. കാരണം അവൾക്കിപ്പോ ഓർമ്മകൾ കൂടി വരുന്ന പ്രായമല്ലേ. പഴയ കാര്യങ്ങള് പലപ്പോഴായി അവളുടെ ഉൾബോധ മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട്. അതാവാൻ കാരണം. ഇപ്പോ തെറ്റെന്റെ ഭാഗത്താ. പുറത്തെ ശബ്ദം കേട്ട് പോയി നോക്കിയിട്ട് ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞത് ഞാനല്ലേ. വന്ദനെ സോറി. മോൾക്കൊരു ഐസ്ക്രീം കൂടെ വേണോ? ഹലോ, ഒരു ഐസ്ക്രീം കൂടി. വന്ദനെ, എനിക്കറിയാം നീ എത്രമാത്രം ദിയമോളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുപോലെ ദിയമോളും. നിന്റെ വിവാഹം ജഗനുമായി കഴിഞ്ഞു. നിങ്ങളിപ്പോ സുഖമായി മറ്റൊരു വീട്ടിൽ കഴിയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു വരാൻ, അതും വന്ദനയുടെ രക്തത്തിൽ പറഞ്ഞൊരു കുഞ്ഞു വരാൻ അധികം സമയമെടുക്കില്ല. മോള് ദിയമോള് നിങ്ങൾക്കൊരു ബാധ്യതയാകും. മരിച്ചുപോയ എന്റെ ചേട്ടന്റെ രക്തത്തിൽ പറഞ്ഞ ഏക മകളാ ദിയ. ദിയമോളെ എനിക്ക് വിട്ടു തന്നൂടെ? എനിക്ക് കുട്ടികളില്ല. 100 ടെസ്റ്റുകൾ ചെയ്തു. എന്ത് കാര്യം? ഇനി കുട്ടികൾ ജനിക്കാനും പോണില്ല. എന്റെ കുഴപ്പമാണെന്നാ ഡോക്ടർമാർ പറയുന്നത്. അപ്പോ എന്റെ രാജീവേട്ടന്റെ ഓർമ്മയ്ക്ക് എനിക്ക് അവശേഷിക്കുന്ന ഏക രക്തബന്ധം ദിയമോളാ. എന്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവനും ഞാൻ നിന്റെ പേരിൽ എഴുതിത്തരാം. നീ ചിന്തിക്ക. എന്നിട്ട് നല്ലൊരു തീരുമാനം എടുത്തിട്ട് എന്നെ അറിയിക്ക. ഞാൻ ശത്രുവല്ല, മിത്രമാണ്. എന്നിറങ്ങട്ടെ. വന്ദനെ, എന്ത് സെന്റിമെന്റ് അടിച്ചിട്ടാണെങ്കിലും ദിയമോളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. രാഖിയാ പറയുന്നേ.
അല്ല, ചോദിച്ചത് കേട്ടില്ലേ? ആരാ ഈ സുന്ദരിന്ന്? വർഷാന്റി. ആ ചേച്ചി, ആ മോളെ, ദേ മോളെ. എന്താ ചേച്ചി പുറത്ത് നിന്നാളഞ്ഞേ? കേറി വാ. വാ വാ. കൊള്ളാ. വാ ചേച്ചി, ഇരിക്കെ. വാ. വർഷേ, ഇതാരാ? അത് ഞാൻ നിരഞ്ജൻ, വിക്രമിന്റെ സുഹൃത്താ. കുട്ടിക്കാലം തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞവരാ. ഞാനും വിക്രമും ഒരേ പാത്രത്തിൽ ഉണ്ട്, ഒരേ പായിൽ ഉറങ്ങി, ഒരേ മനസ്സോടെ പണിയെടുത്ത് ഒരുമിച്ച് വളർന്നവരാ. ഒരർത്ഥത്തിൽ പറഞ്ഞ അങ്ങനെ രണ്ട് ശരീരവും ഒരു മനസ്സുമായിട്ട് കഴിഞ്ഞവരാ. വിക്രമിന്റെ എല്ലാ കാര്യങ്ങളും എന്റെ കാര്യങ്ങൾ പോലെ തന്നെയാ. ഇതാരൊക്കെയാ? ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തവരാണല്ലോ വന്നിരിക്കുന്നത്. അല്ല, വന്ദന ചേച്ചി പോന്നു? വന്നതേയുള്ളൂ. വന്ദന, നല്ല പേര്. എടാ, നിന്റെ ഭാര്യയ്ക്ക് തീരെ മര്യാദ ഇല്ല കേട്ടോ. ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടും ഇവരാരാണെന്ന് തിരിച്ചെന്നെ പരിചയപ്പെടുത്തിയില്ല. അതിനെന്താ, ഞാൻ നിന്നെ പരിചയപ്പെടുത്താലോ. ഇത് വന്ദന ചേച്ചി, വർഷയുടെ സ്വന്തം ചേച്ചിയാ. ഇത് വന്ദന ചേച്ചിയുടെ മോള് ദിയ. ഹായ് വന്ദന. സത്യം പറയാലോ, വർഷയേക്കാൾ സുന്ദരിയാണ് വന്ദന. മുഖത്ത് നല്ല തറവാടിത്തത്തിന്റെ ലക്ഷണമുണ്ട്. എന്ന് വെച്ച് വർഷ സുന്ദരിയല്ല എന്നല്ല കേട്ടോ. അപ്പൊ എനിക്ക് സൗന്ദര്യമില്ലേ? അയ്യോ, അതുണ്ടല്ലോ. നല്ല ഓമനത്തുള്ള മോള്, ഒരു കുഞ്ഞു റോസാപ്പൂ പോലെ ഉണ്ട്. എവിടെയാ നാട്? അങ്ങനെ നാടും വീടും ഒന്നും ആയിട്ടില്ല ചേച്ചി. ഒറ്റത്തടിയായിട്ട് കറങ്ങി നടക്കുക. ഇവിടെ വന്നാ പിന്നെ കുറച്ചു ദിവസം താമസിച്ചിട്ടേ പോവാറുള്ളൂ. ഏട്ടന്റെ ക്ലോസ് ഫ്രണ്ടാ. മാനത്തെ കൊട്ടാ